പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് യേശു ഇവിടെ പറയുന്നത്, 7-ാം അധ്യായത്തിനകത്ത് പറയുന്നത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക്, അതായത് കർത്താവ് അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്, പിതാവ് എൻ്റെതാണ് പിതാവ്, പക്ഷെ ഞാൻ നിനക്ക് ഈ പിതാവിനെ തരിക. എങ്ങനെയാണെന്നറിയാമോ? എൻ്റെ ശരീരം ഞാൻ ക്രഷ് ചെയ്യുന്നു, എൻ്റെ ശരീരത്തെ ഞാൻ മുറിച്ചുകൊണ്ട് ഞാൻ പല ശരീരങ്ങളാക്കി ഞാൻ ഡിവൈഡ് ചെയ്യുക. ഈ ശരീരത്തെ സ്വീകരിക്കുന്ന ഓരോരുത്തരും, ഈ ശരീരത്തെ ഉൾക്കൊള്ളുന്ന ഓരോരുത്തരും എന്താ പറയുന്നത്, ഇപ്പോൾ യേശുവിനെ പോലെ പിതാവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് മകനായി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ധൈര്യമായി നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ധൈര്യമായി എന്താ പറയുന്നത്, നമുക്ക് മുന്നിലേക്ക് പോകാം, നമുക്ക് ധൈര്യമായി നമ്മളുടെ ആവശ്യങ്ങൾ എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് എൻ്റെ ഹൃദയത്തെ നന്നായി അറിയാവുന്നൊരു ദൈവമുണ്ട്, എൻ്റെ ഹൃദയത്തെ പരിപൂർണമായി മനസ്സിലാക്കുന്ന ഒരു പിതാവുണ്ട്. നമ്മളുടെ എല്ലാ വിഷയങ്ങളെയും പരിപൂർണമായി അറിയാനും അതിനെ പ്രവർത്തിക്കാനും കഴിവുള്ള ഒരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ദൈവമാകുന്നു നമ്മുടെ അപ്പൻ, ആ ദൈവമാകുന്നു നമ്മളുടെ പിതാവ്. ഈ പിതാവിനെയാ യേശു കാണിക്കുന്നത്, ഈ പിതാവിനെയാ യേശു കാണിച്ചു തന്നത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്, ദൈവം നമ്മളുടെ പിതാവും കൂടെയാണ്.